മുത്തുമണികളെ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാൻ. ഞാൻ വെല്ലിമാട ആട്ടുംകൂട്ടിൽ പോയിട്ട് വരുമ്പോഴേ നമ്മളെ വെല്ലിമാട മകളിൽ ഞാൻ കണ്ടിട്ട് അറിഞ്ഞിട്ട് തിന്ന കായത ഇവിടെ ഇഷ്ടം പോലെ നിൽക്കണം. നമുക്ക് അർത്ഥം കൊണ്ടുപോയി കൂടെ ചോദിച്ചു. അപ്പൊ ഇതിന് തോട്ടിക്കോലും കൊടുന്നു, ഒരു ഏണിക്കുറ്റിയും കൊടുന്നു. ഞാൻ ആ ഏണിയും കോണിയൊക്കെ വെച്ച് കയറി അങ്ങനെ അർത്ഥം നമുക്ക് കച്ചെത്തുന്ന ദൂരം തന്നെയാണ്, എന്നാലും വേണ്ടില്ല. ഓരോ കാര്യത്തിന് ഗൗരവമായിട്ട് കാണുമ്പോൾ നമ്മുടെ നിസ്സാരായി കാണാൻ വളരെ മോശമാണ്. പിന്നെ നമുക്ക് കിട്ടൂല. എന്നോട് പറഞ്ഞു അന്നെ കണ്ടിട്ടാണ് ഇവിടെ നിർത്തുന്നില്ലെങ്കിൽ അത് ആടുകൾക്ക് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞോട് കുത്തിപ്പിടിച്ചാൽ അർത്ഥം ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കീസിയും കൊടുത്തു. കീസിലിട്ട് ഞാൻ പോകുന്നു. പോരുന്ന ടൈമിൽ ഒരു ജ്യൂസ് നന്നാവും കുടിച്ചു. എന്റെ കണ്ണുമോറൊക്കെ പറ്റേക്കൊണ്ടെന്ന് പറഞ്ഞോട്. എന്തായാലും ഞാൻ വാങ്ങിയിട്ട് ഒരു നന്ദിയും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ വിഷയം മുരുങ്ങക്കായുടെ തോൽ ഇങ്ങനെ കളയുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ചീന്തിയെടുക്കുക ചെയ്യുക. പക്ഷേ ഈ ഗൾഫിലുള്ള മുരുങ്ങക്കായ നടക്കൂല. ഒന്നാമത് പൊടി കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പല്ലില്ലാത്തൊരു കത്തിയെടുക്കുക. പല്ലുള്ള കത്തിയെടുത്ത് കഴിഞ്ഞാൽ ചീർപ്പിനുള്ളിൽ മുടി കുടുങ്ങിയ മാതിരി ആകെ പേനെ, പിന്നെ അത് വലിച്ചിടാനേ നേരം ഉണ്ടാവും. ഇപ്പൊ പല്ലില്ലാത്ത കത്തിയെടുത്തിട്ട് വെറും കീപ്പട്ട് മാത്രമാക്കുക. മേപ്പട്ടും കീപ്പട്ടും ആക്കരുത്. മേപ്പട്ടും കീപ്പട്ടും ആക്കിയാലും അത് വൃത്തിയിടാവും. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും, എന്താ ഇതിൽ ഇത്ര പുതും, അതിപ്പോ എല്ലാവരും ചെയ്യണല്ലേ. പക്ഷേ ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ ഇത്ര സ്പീഡിൽ ചെയ്യേണ്ടെങ്കിൽ ഇച്ച് കൊല്ലങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇല്ലാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടിയിട്ട്. മുരുങ്ങക്കായ കട്ട് ചെയ്യുമ്പോൾ നമ്മളെ കൂടിയിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, മുരുങ്ങക്കായുടെ കഷ്ണത്തിന്റെ വലിപ്പം കൂട്ടും ചെയ്യുക, കുറക്കും ചെയ്യാം. വലിയൊരു കുടുംബാണെച്ചെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഓരഞ്ച് കണത്തിൽ കട്ട് ചെയ്യുക. ചെറിയൊരു കുടുംബാണെച്ചെങ്കിൽ ഈ രണ്ട് കണത്തിൽ കട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വിളമ്പി കൊടുക്കുക കുട്ടികൾക്കാണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ഒരാളിലെ എണ്ണം കൂടി ഒരാളിലെ എണ്ണം കുറഞ്ഞാൽ കുട്ടികൾ തമ്മിൽ പ്രശ്നമായാലും പിന്നെ അമ്മമാർ ഇടപെടും, പിന്നെ ആകെ അടിയോ, പിന്നെ വാടകയ്ക്ക് പോകാവും, നാട്ടുകാർ മൊത്തം അറിയും. ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അളവ് പറഞ്ഞത്. ഞാൻ അതിലും വലിയ കുടുംബാണെച്ചാൽ മുരുങ്ങക്കായ വാങ്ങാതിരിക്കാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പം ചിലരൊക്കെ പറയും എന്റെ പേരത്തെ മരുന്നല്ല ചങ്ങായി, ഞങ്ങളുടെ പേരിൽ എല്ലാവരും നല്ല ഐക്യത്തിലാണ് പോകുന്നത്. എന്റെ പേരിൽ നല്ല ഐക്യത്തിൽ തന്നെയാണ്. ഞാൻ എന്റെ കുടിക്കാർ തിന്നിന്റെ വാക്കുണ്ടെങ്കിൽ ഞാൻ തിന്നുള്ളൂ. അത്രയും കൃത്യനിഷ്ഠതയിൽ പോകുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരോടും കാണുമ്പോൾ കാണാൻ അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കും. ഓക്കെ, ബൈ.